കൃത്യം 1 വർഷത്തിനപ്പുറം തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ നേരിടും. ആരായിരിക്കും തമിഴ്നാടിന്റെ അധികാര കസേരയിലേറുകയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മത്സരം DMKയുടെ MK സ്റ്റാലിനും തമിഴക വെട്രിക്കഴകത്തിന്റെ വിജയും നേരിട്ടായിരിക്കും. ഏറ്റവും പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നതും ഇതേ കാര്യമാണ്. ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ പ്രകാരം തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. 27% ആളുകളാണ് സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയാണ് 2ാം സ്ഥാനത്ത്. 18% ആളുകളാണ് വിജയിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പാർട്ടിക്ക് ഇത്രയും പിന്തുണ ലഭിച്ചത് അണ്ണാ DMK BJP തുടങ്ങിയ പാർട്ടികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും AIADMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K പഴനിസ്വാമിക്ക് 10% പിന്തുണയും തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലയ്ക്ക് 9% പിന്തുണയും മാത്രമാണ് ലഭിച്ചത്. വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ ഇതര രാഷ്ട്രീയ പാർട്ടികളെയും ജാഗ്രതയിലാക്കാൻ കാരണമായിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമില്ലാതിരുന്ന തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ DMK കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതുവരെ ഉണ്ടായിരുന്ന ആലസ്യങ്ങൾ വിട്ട് സജീവമായി പ്രവർത്തനത്തിനിറങ്ങിയിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിച്ച സ്റ്റാലിൻ പ്രാദേശിക തലത്തിൽ DMK പ്രവർത്തകരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തു. ഹിന്ദി നിർബന്ധമാക്കുന്ന ത്രിഭാഷാ പദ്ധതിക്കെതിരെയും ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെയും മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധമുയർത്തുകയും ചെയ്തു സ്റ്റാലിൻ. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും തന്നെ തങ്ങളുടെ നില ഉറപ്പിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. വിജയുടെ വരവിൽ അപകടം മണത്ത അണ്ണാ DMK സഖ്യം അവസാനിപ്പിച്ച BJPയോടും വിജയുടെ പാർട്ടിയോടും തന്നെയും സഖ്യസാധ്യതകൾ ചോദിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം തമിഴക വെട്രിക്കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകവും തമ്മിലാണെന്ന് വിജയ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നരേന്ദ്രമോദിയെയും MK സ്റ്റാലിനെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിജയ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ജാതി സെൻസസ് നടപ്പാക്കുക, നീറ്റ് നിർത്തലാക്കുക, വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തുക, ഹിന്ദി ത്രിഭാഷാ പദ്ധതി എന്നിവയ്ക്കൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും വിജയ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ സ്ത്രീ സുരക്ഷ കുറയുകയാണെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് 8 വനിതാ ദിനത്തിൽ വിജയ് പ്രത്യേക വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. തമിഴ്നാട്ടിലെ വോട്ടർമാരിൽ 15% പേരാണ് സ്ത്രീ സുരക്ഷയിൽ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇനി എന്താണ് സംഭവിക്കുകയെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ കൂടുതൽ സാധ്യത DMKക്കുണ്ടെങ്കിലും വേണമെങ്കിൽ വിജയത്തിലേറാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് വിജയ്. അണ്ണാ DMKയുമായി സഖ്യത്തിലായാൽ പ്രതിപക്ഷ വോട്ടുകളും DMK വിരുദ്ധ വോട്ടുകളും ഏകീകരിച്ച് അധികാരത്തിലേറാമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ഇനി അണ്ണാ DMK BJPയുമായി സഖ്യമുണ്ടാക്കിയാൽ അണ്ണാ DMKക്ക് ലഭിക്കാനുള്ള ആന്റി BJP വോട്ടുകളും DMKയിലേക്കുള്ള വോട്ടുകൾ പിളർത്തിയും അധികാരത്തിലേറാമെന്നും വിജയും സംഘവും വിലയിരുത്തുന്നു. മറുവശത്തെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്റ്റാലിനും സംഘവും. തുടക്കത്തിൽ വിജയുടെ രാഷ്ട്രീയ വരവിനെ സ്വാഗതം ചെയ്തിരുന്ന DMK നിലവിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വിജയെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്ന് പാർട്ടി രൂപീകരിച്ചവർക്ക് പോലും മുഖ്യമന്ത്രിയാവണം എന്നായിരുന്നു വിജയുടെ പേരെടുത്തു പറയാതെ സ്റ്റാലിൻ വിമർശനം ഉന്നയിച്ചത്. വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.